ഹായ് ഗായ്സ്. ഹായ് ഹലോ ഗായ്സ്. ഇന്ന് കൊടുങ്ങല്ലൂരത്തെ വിശേഷങ്ങളാണ് കേട്ടോ പറയാനുള്ളത്. നമ്മൾ കൊടുങ്ങല്ലൂരാണുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം കേട്ടോ. ദാരികനെ വരിച്ച മഹാകാളി ക്ഷേത്രം എന്നോ അല്ലെങ്കിൽ ചിലപ്പതിക്കാരത്തിലെ കണ്ണകിയുടെ ക്ഷേത്രം എന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. നമ്മൾ വലിയൊരു തിരക്കാണ് പ്രതീക്ഷിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ച അത്രയും തിരക്കില്ല. ഞങ്ങൾ എല്ലാ വർഷവും കർക്കിടകത്തിൽ കൊടുങ്ങല്ലൂർ വരാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പൂർവികരായി ആദരിച്ച് വന്നിരുന്ന ഏതോ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഈ കാളിക്ഷേത്രത്തിൽ വന്നിട്ട് തൊഴാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആദ്യം അമ്മയുടെ അച്ചാച്ചനും അച്ഛനും അച്ഛമ്മയൊക്കെയാണ് നിൽക്കുന്നത്. അതാ ആമിക്കുട്ടി ഇതായി ഇങ്ങോട്ട് നടന്നു വരുന്ന എന്തൊക്കെയോ കളിക്കും. ഇതാ ക്ഷേത്രപാലൻ്റെ ഭാഗമാണ് കേട്ടോ. ഇവിടെയാണ് ഈ നാളികേരം അടയ്ക്കുന്നതും തുലാഭാരം തൂക്കുന്നതൊക്കെ. ആമിക്കുട്ടിയുടെ അച്ഛമ്മ കേട്ടോ അത്. എന്തോ അവൾ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണാവോ. ഇതാ ആമിയുടെ അച്ഛനാണിത്. പിന്നെ നമ്മളിവിടുന്ന് ചുറ്റി തൊഴാൻ പോയി. ഇതാ ഇവിടെയാണ് കണ്ടോ നാളികേരം അടയ്ക്കുന്ന സ്ഥലം. പിന്നെ ഇതാണ് കോഴിക്കല്ല്. കോഴിക്കല്ലെന്ന് പറയുമ്പം പണ്ട് അവിടെ കോഴിയറവൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം പക്ഷേ കോഴിയറവൊക്കെ നിരോധിച്ചില്ലേ. അതുകൊണ്ട് അവിടെ ചുവന്ന പട്ടുകൊണ്ട് കോഴിക്കല്ല് മൂടുന്ന ചടങ്ങൊക്കെയാണ് ഉണ്ടാവാറ്. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു. ദർശനം കിട്ടി. പക്ഷേ ഉള്ളിലത്തതൊന്നും നമുക്ക് കാണിക്കാൻ കഴിയില്ലല്ലോ. ഇത് തവിട്ടുമുത്തിയാണ്. ഇവിടെ തവിട് സമർപ്പിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് നല്ലതാണെന്ന് പറയുന്നു. ഇതാണ് വസൂരിമാലയുടെ ശ്രീകോവിൽ. ഇത് പടിഞ്ഞാറേ നടയിലാണുള്ളത്. ഇതിന് മേൽക്കൂരയില്ല. നമ്മൾ തൊഴുന്ന ഭാഗമല്ല, നമ്മൾ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. ഇവിടെ മഞ്ഞൾ ആടുന്നത് വസൂരിക്ക് ഫലപ്രദമാണെന്ന് പറയുന്നു. പിന്നെ കൊടുങ്ങല്ലൂരമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായ ഗുരുതി നടത്തുന്നതും ഈ വസൂരിമാലയുടെ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ തൊഴുത് പുറത്തിറങ്ങിയിട്ടോ. ആമിക്കുട്ടിയും പാപ്പനുമാണിത്. അവർ കളിക്കുകയാണ്. അവിടെ നിറച്ച് ആൽമരങ്ങളുണ്ടല്ലോ, അതിൻ്റെ വേരിൽ തൂങ്ങിയിട്ടുള്ള കളിയായിരുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിഷ്വലെടുക്കാൻ മറന്നുപോയി. അവിടുത്തെ വിഘ്നേശ്വരൻ്റെ ഒരു പ്രതിഷ്ഠയുള്ള ഭാഗം നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് കൊടുങ്ങല്ലൂരത്തെ വിശേഷങ്ങൾ. അതിൻ്റെ പേര് ഒന്ന് കമൻറ്റ് ചെയ്യണം. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.